നമുക്കൊന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു എളുപ്പപ്പണി അങ്ങോട്ട് റെഡിയാക്കി എടുത്താലോ. എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ ഇതിനും വലിയ എളുപ്പപ്പണി വേറൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ചോറിനൊപ്പം കഴിക്കാനൊക്കെ. അപ്പോൾ ആദ്യമൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങയും 4-5 ചെറിയ ഉള്ളിയും 2 പച്ചമുളക് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുത്തിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറുതായി അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഒരു സവോള ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് സവോളനെ വഴറ്റിയെടുക്കണം. അങ്ങനെ സവോള വഴന്ന് വന്ന സമയത്ത് നമുക്ക് ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട ധാരാളം മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ ബീട്രൂട്ടൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ച ചമ്മന്തി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ നേരത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നന്നായി ഒന്ന് മൂടി വെക്കാണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നന്നായി വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചോറിനൊരു നല്ലൊരു ബീട്രൂട്ടും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.